ഹായ് ഹലോ SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ബാക്കി നോക്കാം. പ്രോട്ടീൻ സിന്തസിസ് ആണ് നമുക്കിനി പഠിക്കേണ്ടത് അല്ലേ. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ജീനുകളുടെ നിർദ്ദേശപ്രകാരം സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകളെ രൂപപ്പെടുത്തുന്നതും മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെയൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അപ്പം ഇനി ആ പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു വന്ന വഴി ഒന്നുകൂടി ഓർക്കണം. സെല്ലിനകത്ത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, ക്രോമസോമിനകത്ത് DNA-ക്കുള്ളിൽ ജീനുകൾ, ആ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രോട്ടീനുകളാണ് ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് പാർട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 17 നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് പ്രിൻ്റഡ് ടെക്സ്റ്റാണ്, ഒറിജിനൽ ടെക്സ്റ്റ് അല്ല. ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ പിക്ചർ വെച്ച് എന്താണ് സംഭവം എന്നൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് പ്രധാനമായും 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, 2 ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തേത് ട്രാൻസ്ലേഷൻ. അപ്പം ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഒരു ചന്ദ്രക്കലവലോ കുറച്ച് പാട്ട് മാത്രമേ കൊടുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഏതാണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ ഒരു പാട്ട് അവിടെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ന്യൂക്ലിയസിൻ്റെ ഒരു ഭാഗം മാത്രം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്താണല്ലോ നമ്മുടെ ഈ ക്രോമസോമും, അതിനകത്താണല്ലോ DNA ഒക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്, മർമ്മത്തിനുള്ളിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. എന്താണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പടത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും. DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം DNA-യിലുള്ള ജീനുകളിലാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ജീനുകളുടെ കയ്യിലല്ലേ ഇപ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഇൻഫർമേഷൻ നോക്കി അതിനനുസരിച്ച് mRNA ഉണ്ടാകുന്നു. DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. ആരാണ് mRNA? മെസ്സഞ്ചർ RNA. അപ്പോൾ DNA-ക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരന് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് ആരെ പണി ഏൽപ്പിച്ചു? mRNA-ക്ക് പണി കൊടുത്താണല്ലേ. അപ്പോൾ DNA-യിൽ നിന്ന് ആരുണ്ടായി? mRNA ഉണ്ടായി. അപ്പോൾ പടത്തിലൊന്ന് നോക്കിയേ, DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അങ്ങനെ ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് ചാടി താണ്ടിങ്ങ് പുറത്തു വന്നു. ഈ പുറത്തു വന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഇത് താണ്ട സൈറ്റോപ്ലാസത്തിനുള്ളിലേക്കാണ് വരുന്നത്. കണ്ടോ? അങ്ങനെ ഈ mRNA സൈറ്റോപ്ലാസത്തിൽ വന്നപ്പോൾ ദാണ്ട കിടക്കുന്നു മുജ്ജന്മ ബന്ധം പോലെ ഒരു പുള്ളിക്കാരൻ ദാണ്ട് ഇവിടെ കിടപ്പുണ്ട്. പിക്ചർ കണ്ട് നിങ്ങൾക്ക് വല്ലതും എവിടെയെങ്കിലും കണ്ടതായിട്ട് വല്ലതും ഓർമ്മയുണ്ടോ? റൈബോസോം എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനെ കുറിച്ച് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈബോസോം. അപ്പോൾ ഇങ്ങനെ mRNA ദാണ്ട ചാടി സൈറ്റോപ്ലാസത്തിൽ വന്നപ്പോൾ ദാണ്ട നിൽക്കുന്നു ആരാണ്? നമ്മുടെ റൈബോസോം. അപ്പോൾ അന്ന് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതല്ലേ? ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പ്രോട്ടീൻ തന്മാത്രകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന സെൽ ഓർഗനലാണ്, കോശാംഗമാണ് റൈബോസോം. അപ്പോൾ ആ റൈബോസോം താണ്ട നിൽക്കുന്നു. അപ്പോൾ mRNA താണ്ട നേരെ റൈബോസോമിലേക്ക് വന്നു. കണ്ടോ? അപ്പോൾ mRNA വരുന്ന എന്തുകൊണ്ടാണ്? DNA-യിലിരുന്ന മെസ്സേജസിനെ mRNA-യിലാക്കിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും mRNA ഇത് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ mRNA-ക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവൊന്നും mRNA-ക്കും ഇല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം? പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ലോങ് ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ മോളിക്യൂളുകളെ ചേർത്ത് വെച്ചിട്ടാണ് വലിയ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണ് ഈ ചെറിയ മോളിക്യൂൾ എന്നറിയാമോ? അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന വലിയ ചെയിൻ ഉണ്ടാകുന്നത്. മനസ്സിലായി? ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ്. അപ്പോൾ ഇങ്ങനെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പുറകിലോട്ട് പോകാം. mRNA ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കൊണ്ട് തൻ്റെ റൈബോസോമിലേക്ക് വന്നു. അപ്പം ഇത് വായിച്ചു നോക്കി, ഇത് എന്താണ് mRNA കൊണ്ടുവന്ന ഇൻഫർമേഷൻ എന്താണ് എന്നത് വായിച്ചു നോക്കിയിട്ട്
tRNA അതിനനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ പെറുക്കി എടുത്തുകൊണ്ട് വരും അല്ലേ. ഒരു ഓട്ടോ വിളിച്ച് വരുന്നതാണ്, ഒരു ഓട്ടോയ്ക്കകത്ത് സാധനം കയറ്റി വിടുന്നു നിങ്ങൾ വിചാരിക്കുക. അപ്പം tRNA ആണ് ഇവിടെ എന്ത് ഇൻഫർമേഷൻ ഉണ്ടോ അത് വായിച്ചു നോക്കി അതിനനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആരാണ്? tRNA. അങ്ങനെ tRNA കൊണ്ട് ഓരോരോ അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് വെക്കും. ഓരോന്നിനെ അപ്പുറം ഇപ്പുറം കൊണ്ടുവന്ന് വെച്ചാൽ മതിയോ? അതിനെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് വെക്കണ്ടേ? ചേർത്ത് വെക്കണ്ടേ? അത് ചേർത്ത് വെക്കുന്നത് മറ്റൊരാളാണ്, റൈബോസോമിൻ്റെ ഭാഗമായ rRNA അഥവാ റൈബോസോമൽ RNA. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പ്രോട്ടീൻ സിന്തസിസ് 2 ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ, 2 ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. എന്തോ അവിടെ നടക്കുന്നേ? ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ടല്ലോ. DNA-യിൽ നിന്ന് mRNA അഥവാ മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നു. ഈ മെസ്സഞ്ചർ RNA താണ്ട് ന്യൂക്ലിയസിനകത്തൂടെ ചാടി സൈറ്റോപ്ലാസ്റ്റിൽ വന്നു. സൈറ്റോപ്ലാസ്റ്റിൽ വന്ന് താണ്ട് ഇവിടെ ആര് നിൽപ്പുണ്ട്? നമ്മുടെ റൈബോസോമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് mRNA-യിലെ ഇൻഫർമേഷൻസിനെ കോഡ് ചെയ്തതിന് ശേഷം tRNA അതിനനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ കൊണ്ടുവരും. ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കുന്നത് ആരാണ്? റൈബോസോമിൻ്റെ ഭാഗമായ റൈബോസോമൽ RNA ആണ് ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനാക്കി മാറ്റുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇതിനകത്തുള്ള പിക്ചറിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റിലെ സെൻറ്റൻസിലേക്ക് ഒന്ന് പോകാം. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അല്ലെങ്കിൽ ജീൻ ഇൻ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ ജീൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. DNA-യിലെ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസിനെയല്ലേ നമ്മൾ ജീനുകളെന്ന് വിളിച്ചത്. അപ്പോൾ mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം അല്ലേ. വിവിധ എൻസൈമുകളുടെ സഹായത്തോടു കൂടി DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. ആരാണ് mRNA? മെസ്സഞ്ചർ RNA. ദി mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഏത് പ്രോട്ടീനാണ്, എങ്ങനെയുള്ള പ്രോട്ടീനാണ് നിർമ്മിക്കേണ്ടത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ ആരുടെ കയ്യിലുണ്ട്? ഇപ്പോൾ mRNA-യുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. tRNA അഥവാ ട്രാൻസ്ഫർ RNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജസ് ഓൺ mRNA ദാറ്റ് ഹാസ് റീച്ച്ഡ് ദ റൈബോസോം ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിൻ്റെ അടുത്തേക്കാണല്ലോ ആര് വരുന്നത്? നമ്മുടെ mRNA വരുന്നത് അല്ലേ, ശരിയല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലെത്തിയ mRNA-യിലെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA അമിനോ ആസിഡുകളെ എവിടെ എത്തിക്കും? റൈബോസോമിലെത്തിക്കും. അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കും. ഇനി ബാക്കി എന്താ? ദി rRNA. എന്താണ് rRNA? റൈബോസോമൽ RNA which are the part of ribosome combine amino acid to make protein. റൈബോസോമിൻ്റെ ഭാഗമായ rRNA ആണ് ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് കമ്പൈൻ ചേർത്ത് പ്രോട്ടീനാക്കി മാറ്റുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിൻ്റെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റേജുകൾ ഏതൊക്കെയായിരുന്നു? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് നടന്നത് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ നടന്നതോ? ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ. ഇതിന് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഷോസ് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റെപ്പുകൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമുക്ക് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അറിയാം. അപ്പോൾ ഫ്ലോ ചാർട്ട് എഴുതാൻ പാടില്ലല്ലോ. നമ്മളെന്താ ആദ്യം പറഞ്ഞ DNA-യിൽ നിന്ന് ആരുണ്ടാകുന്നു? മെസ്സഞ്ചർ RNA എന്നറിയപ്പെടുന്ന mRNA ഉണ്ടാകുന്നു അല്ലേ. ഈ mRNA എവിടേക്ക് പോകുന്നു? mRNA റീച്ചസ് എവിടേക്ക് എത്തുന്നെന്നാ പറഞ്ഞേ? റീച്ചസ് റൈബോസോം. mRNA റൈബോസോമിലെത്തുന്നു. റൈബോസോമിലെത്തി കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. അടുത്ത എന്താണ്? tRNA അഥവാ ട്രാൻസ്ഫർ RNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ്. അങ്ങനല്ലേ പഠിച്ചേ? SPECIFIC. സ്പെസിഫിക് അമിനോ ആസിഡ്.
അമിനോ ആസിഡ് അല്ലേ, tRNA നിർദ്ദേശമനുസരിച്ചുള്ള അമിനോ ആസിഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? rRNA അതിനെ കമ്പൈൻ ചെയ്യുന്നു അല്ലേ. rRNA സ്മോൾ ലെറ്റർ ആണ് R കേട്ടോ. rRNA കമ്പൈൻസ് അമിനോ ആസിഡ്, അക്ഷരമെല്ലാം ഉണ്ടോ? അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. ഇങ്ങനെ എഴുതിയാൽ മതിയാകും. അപ്പോൾ എന്താണ്? DNA യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. mRNA റീച്ചസ് ദി റൈബോസോം. tRNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ്. rRNA കമ്പൈൻസ് അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയി. ഇത്രയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് വേരിയസ് RNA ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻ സിന്തസിസിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യത്യസ്തമായ RNAകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ 3 RNA ആണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്നാമത് ഏതാണ്? mRNA, 2 tRNA, 3 rRNA. ഇത് 3ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്താ അവർ ചെയ്യുന്ന ധർമ്മം എന്നുള്ളത് നമ്മൾ താഴേക്ക് എഴുതി വെച്ചാൽ മതി. ഒന്നാമത് mRNA നമ്മൾ അപ്പുറത്ത് പഠിച്ചല്ലോ. എന്താണ് mRNA ചെയ്യുന്നത്? എന്താ? mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് അല്ലേ. മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് ആരിലാണ് ഉൾക്കൊള്ളുന്നത്? mRNAയിലാണ്, അല്ലെങ്കിൽ മെസ്സഞ്ചർ RNAയിലാണ്. അടുത്തത് tRNA അഥവാ ട്രാൻസ്ഫർ RNA. എന്താ ചെയ്യുന്നത്? tRNA ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞില്ലേ. tRNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജസ് ഇൻ mRNA. mRNAയിലുള്ള മെസ്സേജസ് അനുസരിച്ച് സ്പെസിഫിക് അമിനോ ആസിഡുകളെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആളാണ് tRNA. നെക്സ്റ്റ് വൺ rRNA അഥവാ റൈബോസോമൽ RNA. എന്താണ്? അത് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ പ്രൈമറി കമ്പോണന്റ് ഓഫ് ദി റൈബോസോം ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ് അല്ലേ. റൈബോസോമിന്റെ പ്രൈമറി കമ്പോണന്റ് ആണ്. ഈ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കുന്നു അല്ലേ. കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റുന്നു? പ്രോട്ടീനാക്കി മാറ്റുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. mRNAയുടെ പടം, tRNAയുടെ പടം, rRNAയുടെ പടം, ഇത് രണ്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വല്ലതും ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. mRNA നമ്മുടെ സ്ട്രാൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. rRNA എന്ന് പറയുന്നത് റൈബോസോമിൻ്റെ പാർട്ടാണ് അല്ലേ. റൈബോസോമിൽ ഒരു വലിയ യൂണിറ്റും ഒരു ചെറിയ യൂണിറ്റും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന RNA ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്താണ്? rRNA ആണ്. ഇനി താണ്ട ഇതേപോലത്തെ ഷേപ്പ് കാണുമ്പോൾ tRNA തിരിയാൻ വഴിയില്ല. പക്ഷേ mRNAയും rRNAയും തമ്മിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. റൈബോസോമിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് rRNA, അല്ലാതെ സ്ട്രാൻഡ് മാത്രം കാണിച്ചാൽ അത് mRNA ആണെന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്ന് പ്രോട്ടീൻ സിന്തസിസിലാണ് നമ്മുടെ ഇത് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിനുള്ളിൽ DNA-ക്കകത്ത് ജീനുകളുടെ നിർദ്ദേശമനുസരിച്ചുണ്ടാകുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്.